ഹായ് ഓൾ. ഈ വീഡിയോയിൽ നമ്മൾ SN1 റിയാക്ഷൻസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഓർഗാനിക് മോളിക്യൂളിലെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ രണ്ട് രീതിയിലുള്ള മെക്കാനിസം ഫോളോ ചെയ്യുന്നുണ്ട്. SN1 റിയാക്ഷനും SN2 റിയാക്ഷനും. അതിൽ SN2 റിയാക്ഷനെ കുറിച്ച് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് SN1 റിയാക്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതിൽ SN1 റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിമോളിക്കുലർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നാണ് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ SN1 എന്നുള്ളതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. സോ ഇതിലെന്താണ്? ഇത് യൂണിമോളിക്കുലർ ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. സോ നമ്മുടെ റിയാക്ഷൻ്റെ റേറ്റിൽ നമ്മൾ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്? ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഈ SN1 റിയാക്ഷൻ എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതായത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള സ്കീം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആൽക്കൈൽ ഹാലൈഡിലെ ഹാലജൻ ഗ്രൂപ്പില്ലേ, ആ ഹാലജൻ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ന്യൂക്ലിയോഫൈൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഇവിടെ രണ്ട് രീതിയിൽ, അതായത് ഇവിടെ രണ്ട് സ്റ്റെപ്പിൽ പ്രൊസീഡ് ചെയ്യുന്ന റിയാക്ഷനാണ്. അതിൻ്റെ ജനറൽ മെക്കാനിസം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സോ നമ്മൾ ആദ്യത്തെ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് നമ്മുടെ ഹാലജൻ ഗ്രൂപ്പ് ഇവിടെ നിന്ന് ലീവ് ചെയ്ത് പോകും. സോ ലീവ് ചെയ്ത് പോകുമ്പോൾ അവിടെ എന്താണ്? കാർബോ കാറ്റയോൺ ചെയ്തിട്ടല്ലേ. സോ ആ കാർബോ കാറ്റയോണിലേക്കാണ് ഇനി നമ്മുടെ ന്യൂക്ലിയോഫിലിക് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. സോ ഇവിടെ നമുക്ക് കാർബോ കാറ്റയോൺ ജനറേറ്റ് ചെയ്തു. ഈ കാർബോ കാറ്റയോണിലേക്കാണ് നമ്മുടെ ന്യൂക്ലിയോഫിലിക് ഗ്രൂപ്പ് അറ്റാക്ക് നടത്തുന്നത്. സോ അങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോൾ ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. സോ ഈ റിയാക്ഷനിൽ തന്നെ ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്റ്റും കൂടി ഉണ്ട്. സോ അതും കൂടി നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യുന്ന കാർബോ കാറ്റയോൺ ഇല്ലേ, സോ നമുക്കിവിടെ ഇതൊരു ബൾക്കിയർ ആയിട്ടുള്ള ഒരു ബിഗർ ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് ആണ്. സോ ഈ മോളിക്യൂളിൽ നമ്മളുടെ SN1 റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യം തന്നെ എന്താണ്? ഈ ഹാലജൻ ഗ്രൂപ്പ് അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബോ കാറ്റയോൺ അവിടെ ജനറേറ്റ് ചെയ്യും. സോ ഇവിടുത്തെ കാർബോ കാറ്റയോൺ നോക്കൂ, ഇതൊരു സെക്കൻഡറി കാർബോ കാറ്റയോൺ ആണ്. സോ കാർബോ കാറ്റയോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. പ്ലാനാർ ജിയോമെട്രി ആണ് അതിന് വരിക. സോ ഇവിടുത്തെ ന്യൂക്ലിയോഫൈലിന് രണ്ട് രീതിയിൽ ഈ മോളിക്യൂളിലേക്ക് അപ്രോച്ച് ചെയ്യാം. അതായത് ഈ സൈഡ് കൂടിയും അപ്രോച്ച് ചെയ്യാം, അതുപോലെ തന്നെ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് കൂടിയും അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ ഇത് പ്ലാനാർ ആയതുകൊണ്ട് രണ്ട് പ്ലെയിൻ വഴി അതിന് നമ്മളുടെ കാർബോ കാറ്റയോണിലേക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും ന്യൂക്ലിയോഫൈലിന്. സോ അങ്ങനെ രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള മോളിക്യൂൾസ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. അതായത് അതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ നമുക്ക് രണ്ട് സ്റ്റീരിയോ സെൻറ്റേഴ്സ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ സൈഡ് കൂടെയാണ് നമ്മളുടെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പ്രോഡക്റ്റ് കിട്ടും. അതുപോലെ ബാക്ക് സൈഡിൽ കൂടെ ആണ് നമ്മളുടെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? സ്റ്റീരിയോ കെമിസ്ട്രി ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കിട്ടും. സോ നമുക്കവിടെ നമ്മളുടെ റിയേജൻറ്റിൻ്റെ അതേ സ്റ്റീരിയോ കെമിസ്ട്രിയുള്ള ഒരു മോളിക്യൂളും കിട്ടും. അതുപോലെ തന്നെ എന്താണ്? ഇൻവേർട്ടഡ് ആയിട്ടുള്ള ജിയോമെട്രിയുള്ള അല്ലെങ്കിൽ സ്റ്റീരിയോ കെമിസ്ട്രിയുള്ള ഒരു മോളിക്യൂളും കിട്ടും. സോ ഇതാണ് നമ്മളുടെ SN1 റിയാക്ഷൻ്റെ ഒരു പ്രത്യേകത. അതായത് ഇവിടെ സ്റ്റീരിയോ കെമിസ്ട്രി ഡിഫറൻസ് ഉള്ള രണ്ട് ടൈപ്പ് പ്രൊഡക്റ്റ് നമുക്ക് പോസിബിൾ ആണ്. അതിന് കാരണം എന്താണ്? അവിടുത്തെ കാർബോ കാറ്റയോണിൻ്റെ സ്ട്രക്ചറാണ്. ഇവിടെ കാർബോ കാറ്റയോൺ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ കാർബോ കാറ്റയോണിലേക്ക് നമുക്ക് രണ്ട് സൈഡ് വഴി നമുക്ക് ന്യൂക്ലിയോഫൈലിനെ അറ്റാക്ക് നടത്താം. സോ ഓരോ സൈഡ് വഴി അറ്റാക്ക് നടത്തുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്സെപ്റ്റ്. ഇനി അടുത്ത് വരുന്നതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം. സോ ഈ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം നമ്മൾ SN2നെ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം ആണ്. ഇവിടെ രണ്ട് പീക്കുകളുണ്ട്. ഇവിടെ രണ്ട് ആക്ടിവേഷൻ എനർജി ബാരിയർ ഓവർകം ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുള്ളൂ. സോ ഇവിടെ ആദ്യം തന്നെ നമ്മുടെ റിയേജൻസ്, അതായത് നമ്മുടെ ആൽക്കൈൽ ഹാലൈഡും ന്യൂക്ലിയോഫൈലും ഉണ്ടല്ലോ. സോ ആ ന്യൂക്ലിയോഫൈൽ ഒരു ആക്ടിവേഷൻ എനർജി ബാരിയർ ഓവർകം ചെയ്തിട്ട് വേണം നമ്മളുടെ കാർബോ കാറ്റയോണിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ കാർബോ കാറ്റയോണിൽ നിന്ന് വീണ്ടും നമ്മളുടെ പ്രൊഡക്റ്റിലേക്ക് എത്തണമെങ്കിൽ എന്താണ്? വീണ്ടും ഒരു ആക്ടിവേഷൻ എനർജി ബാരിയർ ഓവർകം ചെയ്തിട്ട് ലോ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ലോ എനർജിയിലുള്ള നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇവിടെ SN1 റിയാക്ഷനിൽ എന്താണ്? രണ്ട് ആക്ടിവേഷൻ എനർജി ബാരിയർ ഓവർകം ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടുത്തെ ഫാക്ടേഴ്സ്, അതായത് SN1 റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയും കൂടി നോക്കാം. സോ ഇവിടെ ആദ്യം വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ നേച്ചർ ഓഫ് ദ സബ്സ്ട്രേറ്റ്. സോ ഈ സബ്സ്ട്രേറ്റിൽ എങ്ങനെയാണ് ഈ സബ്സ്ട്രേറ്റിൻ്റെ സ്ട്രക്ചർ നമ്മുടെ
റേറ്റിനെ ഈ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കാം. സോ ഇവിടെ സബ്സ്ട്രേറ്റിൻ്റെ കേസിൽ എന്താണ് അവിടെ കാർബോ കാറ്റയോൺ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഫോർമേഷനും വരുന്നത്. സോ നമ്മളുടെ കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ നമുക്കറിയാം ടേഴ്സറി, സെക്കൻഡറി ആൻഡ് പ്രൈമറി ഇതല്ലേ നമ്മുടെ കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. സോ ടേഴ്സറി കാർബോ കാറ്റയോൺസ് ആയിരിക്കും എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ളത്. സോ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോ കാറ്റയോണിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. സോ നമ്മൾ ടേഴ്സറി കാർബോ കാറ്റയോൺ ജനറേറ്റ് ചെയ്യുന്ന SN1 റിയാക്ഷൻ എവിടെയാണോ നടക്കുന്നത് അതായിരിക്കും നമ്മളുടെ ഫേവറബിൾ ആയിട്ടുള്ള മേജർ പ്രൊഡക്റ്റ് വരുന്ന ഒരു റിയാക്ഷൻ വരുന്നത്. അടുത്തൊരു ഫാക്ടറാണ് നമ്മളുടെ നേച്ചർ ഓഫ് ദ ലീവിങ് ഗ്രൂപ്പ്. സോ ലീവിങ് ഗ്രൂപ്പും കാർബണും ഉണ്ടാക്കുന്ന ബോണ്ട് ഇല്ലേ, ആ ബോണ്ട് വീക്ക് ആവുമ്പോൾ നമ്മളുടെ കാർബോ കാറ്റയോൺ ജനറേഷൻ ഫാസ്റ്റ് ആവും. സോ അവിടെ ലീവിങ് ഗ്രൂപ്പിന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കാർബോ കാറ്റയോൺ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ വീക്കർ ആയിട്ടുള്ള കാർബൺ ഹാലജൻ ബോണ്ടുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ അത് SN1 റിയാക്ഷൻസ് ഫാസ്റ്റ് ആയിട്ട് കാണിക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ന്യൂക്ലിയോഫൈൽ. ഇവിടെ ന്യൂക്ലിയോഫൈലിൻ്റെ കേസിൽ നമുക്ക് അവിടെ ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ ഇവിടുത്തെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഈ റിയാക്ഷനിൽ ന്യൂക്ലിയോഫൈലിന് മേജറായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇല്ല. അടുത്ത ഒരു ഫാക്ടറാണ് നമ്മളെ നേച്ചർ ഓഫ് ദ സോൾവെൻറ്റ്. സോ സോൾവെൻറ്റ് എങ്ങനെയാണ് നമ്മളെ SN1 റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മൾക്ക് ഇവിടെ കാർബോ കാറ്റയോൺ ജനറേറ്റ് ചെയ്യുന്നില്ലേ. സോ കാർബോ കാറ്റയോൺ ജനറേറ്റ് ചെയ്യുന്നതിന് നമ്മളുടെ പ്രോട്ടിക് ആയിട്ടുള്ള പോളാർ പ്രോട്ടിക് ആയിട്ടുള്ള സോൾവൻസ് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി വീണ്ടും കൂടുകയാണ്. സോ കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ എന്താണ് നമ്മൾ റിയാക്ഷൻ ഫാസ്റ്ററായിട്ട് നടക്കും. സോ നമ്മളുടെ കാർബോ കാറ്റയോണിനെ പോളാർ ആയിട്ടുള്ള പ്രോട്ടിക് സോൾവൻസ് ആണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ SN1 റിയാക്ഷൻസ് ഫാസ്റ്റായിട്ട് നടക്കുന്നത് പോളാർ ആയിട്ടുള്ള പ്രോട്ടിക് സോൾവൻസിലാണ്. സോ ക്ലിയർ ആണല്ലോ. സോ SN1 റിയാക്ഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും അതിൻ്റെ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്റ്റും അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് SN1 റിയാക്ഷനും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ യു ഗൈസ്, ബൈ.